കളിയിക്കാവിളയിലെ ക്വാറി ഉടമ ദീപുവിന്റെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ. നേമം സ്വദേശി അമ്പിളി എന്ന സജികുമാറാണ് പിടിയിലായത്. പണം ലക്ഷ്യമിട്ടായിരുന്നു കൊലപാതകം. പിടിയിലായ പ്രതി കൊടും കുറ്റവാളിയാണെന്ന് പോലീസ് വ്യക്തമാക്കി. കൊലപാതകം, പിടിച്ചുപറി, ഗുണ്ടാ പ്രവർത്തനം, സ്പിരിറ്റ് കടത്ത് തുടങ്ങി 50-ലധികം കേസുകളിൽ പ്രതിയാണ് ചൂഴാറ്റുകോട്ട അമ്പിളി എന്ന സജികുമാർ. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. സലിം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, അമ്പിളി എന്ന സജിമോനെയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കന്യാകുമാരി SP സുന്ദരവദനത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഈ പ്രതിക്കെതിരെ ഇന്നലെ മുതൽ അന്വേഷണം നടത്തിയത്. അതിനുശേഷമാണ് ഈ കേസിലെ പ്രതിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പിടികൂടിയ പ്രതിയെ തമിഴ്നാട് പോലീസിന്റെ തന്നെ മാർത്താണ്ഡത്തുള്ള രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചോദ്യം ചെയ്ത് വരികയാണ്. ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ പോലീസിനോട് ഈ അമ്പിളി എന്നയാൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ആ വിവരങ്ങളിൽ കൂടുതൽ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷമേ അത്തരം വിവരങ്ങൾ പുറത്ത് പങ്കുവെക്കാനാകൂ എന്നുള്ളതാണ് തമിഴ്നാട് പോലീസിന്റെ നിലപാട്. അതേസമയം നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അത് പണം ലക്ഷ്യമിട്ടുള്ള അക്രമമാണ് എന്നുള്ളതാണ്. ഇതൊരു കൊട്ടേഷൻ ആണോ എന്നുള്ളത് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ആ കാറിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപയും മൊബൈൽ ഫോണും ഈ അമ്പിളി തന്നെയാണ് കൈക്കലാക്കിയത്. പോലീസ് ഈ പ്രതിയിലേക്ക് എത്തുന്നതും കാറിൽ നിന്നും ഇയാൾ ഇറങ്ങി നടക്കുന്നതിന്റെ ഒരു CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. അതിലൂടെയാണ് പ്രതിയിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിഞ്ഞത്. മാത്രമല്ല, ആ സമയത്ത് ഈ ദീപുവിന്റെ സുഹൃത്ത് വലയത്തിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ രാത്രി 12 മണിക്ക് കളിയിക്കവിളയിൽ ടവർ ലൊക്കേഷൻ ഉണ്ടായിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും പ്രതിയിലേക്ക് എത്തുകയായിരുന്നു. മാത്രമല്ല, ഈ കാറിൽ തന്നെ, ദീപുവിന്റെ കാറിൽ തന്നെയായിരുന്നു ഈ അമ്പിളിയും ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള പരിചയം, എന്താണ് ഇവർ തമ്മിലുള്ള ഇടപാട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കോയമ്പത്തൂരിലും മറ്റും പോയി JCB വാങ്ങാനായി ദീപ് പോകുമ്പോഴൊക്കെ ഇയാളെയും ഒപ്പം കൂട്ടാറുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. നിലവിൽ സാധാരണഗതിയിൽ ദീപുവിനൊപ്പം പോകുന്ന ആളുകളെ കൂട്ടാതെയായിരുന്നു ഇന്നലെ ഈ ട്രിപ്പ് ദീപ് പ്ലാൻ ചെയ്തത്. സാധാരണഗതിയിൽ രാവിലെ പകൽ സമയത്താണ് പോകുന്നത്. ദീപുവിന്റെ മാനേജർ തന്നെ പകൽ സമയത്ത് ഒപ്പം ഈ യാത്രയ്ക്കൊപ്പം കൂടാറുണ്ടായിരുന്നു. പക്ഷേ ദീപുവിന്റെ മാനേജർ ഇല്ലാത്ത സമയത്ത് വൈകുന്നേരം നോക്കിയാണ് ദീപു ഈ യാത്ര പ്ലാൻ ചെയ്തത്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യങ്ങളിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. നിലവിൽ അറസ്റ്റിലായ പ്രതി ഈ അമ്പിളി കൊലക്കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ്. 50-ലധികം കേസുകളിൽ പ്രതിയാണ്. കൊട്ടേഷൻ സംഘാംഗമായിരുന്നു. ഇടക്കാലത്ത് വെച്ച് ഇദ്ദേഹം ഈ സംഘത്തിൽ നിന്ന് വിട്ട് പിരിഞ്ഞതിന് ശേഷം പിന്നീട് 3 വർഷത്തോളം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല, അങ്ങനെ സജീവമായിരുന്നില്ല. പിന്നാലെ വീണ്ടും എത്തുകയും ഈ എക്സൈസ് സംഘങ്ങൾക്കും അബ്കാരി സംഘങ്ങൾക്കും ഒക്കെ വേണ്ടി ഗുണ്ടാ പ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്തതാണ്. നിരവധി കേസുകൾ ഇയാൾക്ക് എതിരെയുണ്ട്. അതിൽ മോഷണ ശ്രമം ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പണം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നടത്തിയൊരു കൊലപാതകമാണോ എന്നുള്ളതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ചില നിർണായക വിവരങ്ങൾ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. അത്തരം വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളുമായി പങ്കുവെക്കാം എന്നുമാണ് തമിഴ്നാട് പോലീസിന്റെ നിലപാട്. വേണു, ശരി. സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.